Anyway, thank you for coming. Enjoy yourself. Excuse me. Hi, Vimla. Mr. Visham, you are little late. Oh, I am sorry. Import license. Sir, please meet Mr. Kumaran Nair. Very glad to meet you, sir. എന്റെ MD ഞങ്ങൾ ജന്മദിനക്കാരിക്ക് ചില സമ്മാനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ചടങ്ങ് നിർവഹിച്ചതിന് ശേഷം കൂടുതൽ വിശദമായി സംസാരിക്കാം. ഫോർമാലിറ്റീസ് ഒന്നും വേണ്ടായിരുന്നു. മോളെ, come on. മോളെ, പുതിയൊരു അങ്കിളിനെ പരിചയപ്പെടുത്താം. മിസ്റ്റർ കരുണാകരൻ നായർ. കുമാരൻ നായർ, സോറി, മിസ്റ്റർ കുമാരൻ നായർ. Many happy returns of the day. Many happy returns of the day. Thank you, uncle. Hello. Please relax. Please. ഒന്ന് നോക്കൂ. Oh yes. Come on, Kumar sir. Come on. അങ്കിൾ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയത് ശ്രദ്ധിച്ചോ? പെൺകുട്ടി ഇഷ്ടപ്പെട്ടോ? മിടുക്കിയ എന്റെ മോന് ഇതേ ഛായ, ഇതേ പൊക്കം, ചേരും. അപ്പൊ എന്റെ സെലക്ഷൻ മോശമായിട്ടില്ലല്ലോ. എന്നാലും ഇത്രയും വലിയ ആളുകളുമായി അക്കാര്യം കുമാർ സാബ് എനിക്ക് വിട്ടതാ. പിന്നെ വേറൊരു കാര്യം, സാബ് പട്ടാളത്തിലായിരുന്നു എന്നൊന്നും തൽക്കാലം പറയണ്ട. വേണ്ടേ? വേണ്ട. യുദ്ധകാലത്തെ എന്റെ ചില വീരസാഹസിക കഥകൾ പറഞ്ഞ് ഒന്ന് ഇംപ്രസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിപ്പോ വേണ്ട. പട്ടാളത്തിന് തൽക്കാലം നമ്മളിപ്പോ പ്രാധാന്യം കൊടുക്കണ്ട. ബിസിനസ് ലെവലിലായിക്കോട്ടെ. ഇമ്പോർട്ട് ലൈസൻസും മറ്റൊന്നും തട്ടിവിട്ടാ മതി. ഓക്കെ. മിസ്റ്റർ നായർ എന്ത് പറയുന്നു? ഇവർക്ക് എതിരൊന്നുമില്ല, സന്തോഷമേ ഉള്ളൂ. വെരി ഗുഡ്. നമ്മൾ പറഞ്ഞ കാര്യം സദാനന്ദൻ ഇപ്പോ UAE-ലാണ്. അവിടുന്ന് ബഹ്റിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ബഹ്റിനിൽ വന്നാൽ അവന്റെ ശമ്പളം. ഏത് സദാനന്ദൻ? നായർ സാബിന്റെ മകനെ. ഓ, ഐ സി. നമ്മുടെ പയ്യൻ. ഇന്ത്യയിൽ അധികം പേർക്കൊന്നും ഈ ലൈസൻസ് കിട്ടിയിട്ടില്ല. പിന്നെ എനിക്കറിയാം. പല പല ബിസിനസ്സുകളാണ് നായർ സാബിനുള്ളത്. എല്ലാം നോക്കി നടത്താൻ തനിച്ച് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. മകനാണെങ്കിൽ ഗൾഫിലും. അതുകൊണ്ടാണ് ഈ ഇമ്പോർട്ട് ലൈസൻസ്. 1 second സർ. ലൈസൻസ് കൈമാറ്റം ചെയ്യാൻ പുള്ളിക്ക് കുറച്ച് വിഷമമുണ്ട്. ഒരുപാട് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് നേടിയെടുത്തതാണേ. നമ്മൾ പറഞ്ഞാൽ മൂപ്പര് ചൈനയിൽ നിന്ന് നേരിട്ട് ലെതർ ഇറക്കി തരും. അത് മതി. ആള് വളരെ മര്യാദക്കാരനാണെന്ന് കണ്ടാ അല്ലേ? എപ്പോഴാ കാശ് കൊടുക്കേണ്ടത് എന്നെ അറിയിച്ചാ മതി. ക്യാഷ് ഒന്നും വേണ്ട. ചൈനക്കാർക്കും മൂപ്പരെ വലിയ വിശ്വാസമാണ്. ചരക്ക് വന്നിട്ട് കാശ് കൊടുത്താൽ മതി. പിന്നെ തൽക്കാലം വെറുതെ ഒരു ഉറപ്പിന് ഒരു 10-20,000 രൂപ കൊടുത്തേക്കാം അല്ലേ? ഓ, അപ്പൊ ആ കാര്യം നമുക്ക് അദ്ദേഹം പറയാം. അതെ, നമ്മൾ സംസാരിച്ചതുപോലെ തന്നെ ഞങ്ങളതങ്ങ് ഉറപ്പിച്ചു. അല്ല സാറിന് വിഷമമുണ്ടോ? വിശ്വ സാറ് പറഞ്ഞാൽ എനിക്ക് പരിപൂർണ സമ്മതമാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കുമാർ സാറ് നല്ല 20,000 റുപ്പീസ് ഉണ്ട്. പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മൂവ് ചെയ്യണം. ഓക്കെ സർ. എന്റെ പ്രിസ്റ്റീന്റെ പ്രശ്നമായത്. എന്റെയും. എനിക്ക് ടാക്സിന്റെ പ്രശ്നമൊന്നുമില്ല. സാധാരണ അയക്കുന്ന കാശ് മുഴുവൻ അവന്റെ തന്നെ NRE അക്കൗണ്ടിലാ. എന്റെ ഇൻകം ടാക്സ് പ്രശ്നം വളരെ വളരെ രൂക്ഷമായിരിക്കുകയാണ്. ഈ കക്ഷി എനിക്ക് 2.5 ലക്ഷം രൂപ തരാനുണ്ട്. 50,000 കൂടി അടുത്ത മാസം തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ആ ചെക്കും ഞാൻ നായർ സാബിന്റെ പേരിൽ വാങ്ങിച്ചോട്ടെ? വാങ്ങിച്ചോ? ഇതൊക്കെ നേരത്തെ കൂട്ടി എന്നോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ? സദാനന്ദന് ഇത്രയും നല്ല ഒരു ബന്ധം ഉണ്ടാക്കി തരാൻ ശ്രമിക്കുന്ന വിശ്വൻ ആണോ? കല്യാണം കഴിക്കണ്ടേ? ഓ, ഷൂ കമ്പനി ഒന്ന് പൊക്കി വിട്ടിട്ട് വേണം അതേപ്പറ്റി ആലോചിക്കാൻ. അപ്പൊ നായർ സാബ്, നാളെ തന്നെ ചെക്ക് മാറി കാശ് കിട്ടിയാൽ ഉപകാരമായിരിക്കും. അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ചേച്ചി. ഇത് കണ്ടോ? തനിക്ക് കൈക്കൂലി എന്നതിന് നാട്ടുകാരെ ഒന്ന് സമ്മാനം. 10,000 രൂപ വാങ്ങിച്ച് ഇനി എന്നെ പറ്റിക്കാമെന്ന് നോക്കണ്ടടാ കള്ള റാസ്കൽ. എനിക്കിനി നിന്റെ ജോലി വേണ്ട. പക്ഷെ നിന്നെ 2 ഇടിക്കാൻ ഞാൻ ഇവിടുന്ന് പോകില്ല. കാശ് താടാ. ജോലി തരാന്ന് പറ്റിക്കുന്ന കള്ള. കാശ് താടാ. ജോലിയോ?
ഇവിടെ താൻ വിഷുവിന് കൊടുക്കാനുള്ള കാശല്ലേ അത്? വിഷുവിനും കിഷനും ഒന്നല്ല എന്റെ അടുത്ത് കാശ് വെച്ചത്. നീയാണ് എന്റെ അടുത്ത് കാശ് വിഷുവിന്റെ അടുത്ത് വെച്ചത്. ചോദിക്കണം. മിണ്ടരുത്. മിണ്ടരുത്. എന്നെ കണ്ട് നീ ഓടിയപ്പോഴേ മനസ്സിലായടാ കള്ള കരിങ്കള്ള കാശാടാ. ഇയാളൊരു പ്രാന്തൻ. അയ്യോ പ്രാന്ത് പ്രാന്ത് നിന്റെ അച്ഛന് എന്റെ കാശ് അച്ഛന് പറഞ്ഞു കൊടുക്കണം. ഞാൻ തന്നെ ഒരു കാശ് വാങ്ങിച്ചു. അയ്യോ എന്താ പ്രശ്നം? എടോ. പിടിച്ചു വെച്ചോ. എന്താ ചന്തയോ? അല്ല സാർ. പിന്നെ പ്രാന്തൻ പ്രാന്തൻ സാർ. പ്രാന്തനാണ് പിടിച്ചു കേട്ടോ. ജോലി തരാമെന്ന് പറഞ്ഞ് താനല്ലടോ എന്റെ കാശ് വാങ്ങിപ്പിച്ചത്. എന്റെ 10,000 രൂപ അതിലേക്ക് തന്നെ ഞാൻ തട്ടും. ചട്ടം തന്നെ മറ്റൊരു പോയി പറ. കള്ള. അയ്യോ പോലീസ്. Call the police. Call the police. Call police. എടാ എന്റെ സ്റ്റേഷൻ അതിർത്തിയിൽ ഒരുത്തരം തലവക്കാൻ ഞാൻ സമ്മതിക്കില്ലടാ. നിനക്കറിയോ 7 പേരെ കുത്തിക്കൊന്ന സോഡാ കുപ്പി 7 മേലേന ഈ ലോക്കപ്പിലിട്ടാണ് ഇടിച്ച് ഞാൻ തരിപ്പണമാക്കിയത്. പിന്നെ അല്ലേ പീറച്ചെറുക്കനായി നീ മുതലാളിയുടെ മോന്തക്കിലെടുക്കില്ലടാ. സാർ എന്നെ ഇത്രയും നേരം തല്ലി തൂച്ചില്ലേ? ഇനി ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. മിണ്ടരുത്. എന്റെ ഈശ്വര, ഒരു തെറ്റും ചെയ്യാത്ത എന്നെ നീ എന്തിനെങ്ങനെ പരീക്ഷിക്കുന്നു? 10,000 രൂപ കൊടുത്തതും പോലെ 4 ഭാഗത്തുനിന്ന് ഇടിയുന്നു. ആർക്കതാ 10,000 കൊടുത്ത്? സാർ അവിടെ ചെന്നിരുന്നാട്ടെ, ഇവനെ ഞാൻ ശരിപ്പെടുത്തന്നേ. ആ കള്ള മുകുന്ദകൃഷ്ണ തല്ലാനോ ഒങ്ങിയപ്പോ സാറിന്റെ മുഖത്ത് കൊണ്ടതാ. എന്റെ പൊന്നു സാറേ, എനിക്ക് ജോലി തരാമെന്ന് പറഞ്ഞ് 10,000 രൂപ എന്റെ വാങ്ങിച്ച സാറിന് തരാൻ എത്രയോ തവണ ഞാൻ അവനെ കാണാൻ ചെന്നു. ഒടുവിൽ അവൻ പറയുക എനിക്ക് ഭ്രാന്താണെന്ന്. മുകുന്ദകൃഷ്ണൻ അങ്ങനെ ചെയ്യില്ല, ഞാൻ വിശ്വസിക്കില്ല. ഇപ്പൊ എനിക്ക് തന്ന പോലെ 5-6 ഇടി അവനും കൊടുത്തു നോക്ക്, സത്യം പുറത്തു വരും. എന്റെ അച്ഛനാണ് അവൻ എന്റെ കൈക്കൂലി വാങ്ങിച്ചു. സാറേ നുണയാണ്. ഞാൻ 2 കൂടി പൊട്ടിക്കട്ടെ. ഒരു മിനിറ്റ്, ഞാൻ വരുന്നുണ്ട്. ഏതായാലും മുകുന്ദകൃഷ്ണനെ വരുത്താം. അവൻ കാശ് വാങ്ങിച്ചോന്ന് അറിഞ്ഞിട്ട് അടി തുടരാം. കുഴപ്പമില്ല, എനിക്ക് ആരായാലും ഇടിച്ചാൽ മതി. ഞാൻ അവന്റെ അഡ്രസ് തരാം. இங்க முகுந்த கிருஷ்ண கர்த்தாரு எதுக்கு சார்? அவன் எங்க இருக்கான் சொல்லு. அதுதான் வீடு. இந்த ஆள் தானா? இவரு கிடையாது, அந்த ஆளு. நில்லு நில்றா. கதவை தர ராஸ்கல். கதவை திறக்க போறியா இல்லையா? கதவை திற. ஆஹா, போலீஸ் ஆയിരുന്നു. முகுந்த கிருஷ்ண கர்த்தா யாரு? என்ன? நீ தானே? ஆமா, என்ன? பணத்தை ஏமாத்திட்டு என்ன கேக்குற? ஐயோ, நான் ஏமாத்தல. திருட்டு ராஸ்கல். 10,000 ரூபாய் ஏமாத்தல? ஐயோ சார், இவர் அந்த மாதிரி ஆளே அல்ல. அது சார், அது வேற யாரும். அப்படியா? ஆமா. அப்ப முதல்ல நீ வண்டியில ஏறு. போ. நடையா. நான் நோக்கிக்கோளேன். எஸ்ஐ உனக்காக wait நான் பண்ணிட்டு யாருமே இருக்காரு. ஏமாத்தல. போயா. வாடா. ஓட ஆளை பார்த்து ஓட பாக்குற. போடா. நடையா. நான் யாருமே ஏமாத்தல சார். என்ன ஏன் நெளிஞ்சிட்டு இருக்க? வேகமா போ. சத்தியமா எந்த காரியம்? போடான்ற. வேகமா போயா. സാർ, ഈ നിൽക്കുന്ന മനുഷ്യൻ തനിക്ക് 10,000 രൂപ തന്നോ? സത്യം പറയടാ മുകുന്ദ കൃഷ്ണ. സാർ അത് തന്നോ ഇല്ലയോ? സാർ രൂപ തന്നത്, പക്ഷെ അങ്ങനെയല്ല സാർ. സേ യെസ് ഓർ നോ. ഇടിച്ചിട്ട് മൂക്കാൻ പറ്റും. സത്യം പറയടാ. രൂപ തന്നത് സത്യ, പക്ഷെ അത് നോ മോർ ക്ലാരിഫിക്കേഷൻസ്. ഇൻസ്പെക്ടർ, ഐ വാണ്ട് ടു സീ ഹിം ബിഹൈൻഡ് ദ ബാർസ്. സാർ, ഓഫീസിൽ തന്റെ നിഴല് പോലും കണ്ടുപോരുത്. യു ആർ ഡിസ്മിസ്ഡ്. സാർ, സാർ, നിൽക്കാടാ. സാറ് ഇവിടെ വരാ. നിനക്കുള്ള ഞാൻ തരാം. ഒന്നും അറിയാത്ത പാവത്തിന് ചോദിച്ചു. പറഞ്ഞോട്. നീയല്ലേ പറഞ്ഞു ഇവന് ഭ്രാന്താണെന്ന്? സാർ, ഇവന് ഭ്രാന്താണ് സാർ. ഒരു നല്ല കുടുംബത്തിൽ ജനിച്ച് എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ് ഇവന്റെ പേരിൽ കേസ് ചാർജ് ചെയ്യണം. എടാ, നിനക്കറിയാമോ ഞാൻ ആരാണെന്ന്? ഇവിടുത്തെ മുൻ മേയറായിരുന്ന MC ഗോപാലൻ നായരുടെ അനന്തരവനാണ്ടാ. ഡോക്ടർ രവീന്ദ്രൻ, എന്റെ അമ്മാവന്റെ മോൻ. സുലോചന, എന്റെ അമ്മാവന്റെ മരുമോള്. സാർ, ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഞാനൊരു അന്തസ്സുള്ള കുടുംബത്തിൽ അംഗമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഇവൻ എന്നെ മനഃപൂർവ്വം ചതിക്കായിരുന്നു. ഇവനെ വിടരുത് സാർ. അയ്യോ സാർ, ഇത് കേസാക്കരുത്. കണ്ടോ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? സാർ, ഇത് കേസാക്കരുത്. ഇതെന്റെ മാനത്തിന്റെ പ്രശ്നമാണ്. എങ്ങനെയെങ്കിലും 24 മണിക്കൂറിനായി ഞാൻ കാശെത്തിക്കാം. ഞാൻ പൊക്കോട്ടെ സാർ. പക്ഷെ നന്നായിട്ടൊന്ന് പെരുമാറണം സാറേ, അല്ലെങ്കിൽ എന്റെ മനസ്സിന് സമാധാനം കിട്ടൂല. സാർ, അയ്യോ അത് വേണ്ട സാർ, ഞാൻ കാശെത്തിക്കാം. വേണ്ട വേണ്ട സാർ, വേണ്ട വേണ്ടെന്ന് പറ. വേണ്ടെന്ന് പറ. വേണ്ട വേണ്ട.
എന്താ മുന്നായി കേൾക്കുന്നത്? മൂന്നേട്ടെ പറ്റി ഒരിക്കലും ഇങ്ങനെ വിചാരിച്ചില്ല. 14 വർഷമായി ഞാൻ ഈ തെരുവിൽ വന്നിട്ട് ഇന്ന് വരെ ഇവിടെ ആരെയും പോലീസ് പിടിച്ചിട്ടില്ല. അതിനിവിടെ ആരും ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഈ തെരുവ് മാറിപ്പോയി. അയ്യയ്യേ അറിയിലെ ചരട് പാമ്പായി കടിച്ചാൽ കാട്ടിലെ പാമ്പ് ഓടി കടിക്കുന്ന ഒരു ചൊല്ലുണ്ട്. മാലിനാന്ന് വിചാരിക്കുന്ന നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്താ ഞങ്ങൾ പിന്നെ ആരെയും വിശ്വസിക്കുക? കള്ളനും ചതിനൊന്നും ഈ തെരുവിൽ വേണ്ട. വേഗം വീടൊഴിഞ്ഞ് പോയാൽ മതി. ഒരു വെടിക്കുള്ള മരുന്ന് നിന്റെ കയ്യിലുണ്ടെന്ന് ഇപ്പോഴറിഞ്ഞത് മൂന്നാ. ആക്ച്വലി എന്താ മുകുന്ദ സംഭവിച്ചത്? എല്ലാരും കൂടെ എന്നെ കള്ളനും ചതിയനുമാക്കി ഇരിക്കല്ലേ, അങ്ങനെ തന്നെ അങ്ങ് വിശ്വസിച്ചോളൂ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? പോലീസുകാർ എന്നാ പറഞ്ഞത് താൻ പണം ഏമാത്തിയാച്ചെന്ന്? ഞാൻ ഏമാത്തിയാച്ച അത്ര തന്നെ എന്ന് പറഞ്ഞ പൈപ്പ് വന്നത് നിന്റെ സ്വാധീനം കൊണ്ടല്ലെന്ന് ഔസേപ്പേട്ടൻ പറഞ്ഞു നടക്കുന്നത് ചുമ്മാതാണെന്ന് ഞാൻ വിശ്വസിച്ചു. കമ്പനിയിൽ കയറിക്കൂടിയത് എന്റെ നന്മയ്ക്കാണെന്ന് നീ എന്നെ വിശ്വസിപ്പിച്ചു. ഒരുത്തരം ജോലി വാഗ്ദാനം ചെയ്ത് നീ എന്നെ കൊണ്ട് രൂപ വാങ്ങിപ്പിച്ചു. എന്നിട്ട് എന്നെ പോലീസിനെ കൊണ്ട് തല്ലിച്ചു, അല്ലടാ? മുകുന്ദ, ഔസേപ്പ് പറഞ്ഞു നടക്കുന്നത് നുണ. നിന്റെ നന്മക്ക് വേണ്ടിയാണ് ഞാൻ കമ്പനിയിൽ കയറിക്കൂടിയത് എന്നുള്ളത് സത്യം. ഒരു ഭ്രാന്തന്റെ മുമ്പിൽ നിന്നെ കൊണ്ട് എസ്ഐയുടെ മകനായി അഭിനയിപ്പിച്ചതാണ് ഞാൻ ചെയ്ത ഏക തെറ്റ്. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. അവന് ഭ്രാന്തമില്ല, ഒരു ചുക്കുമില്ല. അവനെ നീ ചതിക്കുകയായിരുന്നു, ചതിയൻ. അരുത് മുകുന്ദ, അരുത്. നിന്റെ നാക്ക് കൊണ്ട് അങ്ങനെ പറയരുത്. എന്നെ ചതിയനെന്ന് വിളിക്കരുത്. മറ്റാർക്കും പിടികിട്ടാത്ത വിധം പെരുമാറുന്ന ഒരു പ്രത്യേകതരം ഭ്രാന്തനാണ് ആ ഭ്രാന്തൻ. അല്ല, അവൻ എന്റെ പെങ്ങളുടെ ബന്ധുവാണ്. ഓ, അതുകൊണ്ട് അവൻ ഭ്രാന്തനല്ലാതാകുന്നില്ല. എനിക്ക് തരാനുള്ള കാശാണ് അവൻ തന്നത്. എന്നിട്ട് ഞാനാണ് നിന്നെ കൊണ്ട് കാശ് വാങ്ങിപ്പിച്ചതെന്ന് നിന്റെ MD-യോട് നീ പറഞ്ഞോ? അത് കേൾക്കാൻ അദ്ദേഹം നിന്നില്ല. പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞോ? അവൻ സുലോചനയുടെ ബന്ധുവാണെന്ന് അറിഞ്ഞപ്പോൾ എന്റെ നാക്ക് താണുപോയി. അവരെങ്ങാനും ഇത് അറിഞ്ഞാൽ, എന്നെ സംശയിച്ചാൽ 24 മണിക്കൂറിനകം കാശ് കൊണ്ട് തരാമെന്ന് പറഞ്ഞ് ഞാൻ തടി തപ്പി. MD-യോടെങ്കിലും സത്യം പറയാമായിരുന്നു. കേൾക്കാൻ നിന്നില്ലെന്ന് പറഞ്ഞില്ലടാ. എന്നിട്ട് എന്നോട് പറഞ്ഞു ഓഫീസിൽ ചെല്ലണ്ടെന്ന്. ഓഹോ, അത് ശരി. അപ്പോ ഇനി എന്റെ പേര് പറയണ്ട. പറഞ്ഞാൽ നമ്മുടെ രണ്ടുപേരുടെയും ജോലി പോവും. നീ പേടിക്കണ്ട. എനിക്ക് ശമ്പളം കിട്ടുന്നിടത്തോളം കാലം നീ പട്ടിണി കിടക്കില്ലടാ. നിനക്ക് ഓർമ്മയുണ്ടോ, പണ്ട് UP സ്കൂളിൽ നമ്മൾ ഒന്നിച്ച് പഠിച്ചിരുന്ന കാലത്ത് മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ പട്ടിണിയായിരുന്നു. അച്ഛന്റെ ബിസിനസ് പൊളിഞ്ഞ് ഞങ്ങളാകെ തകർന്നു നിൽക്കുന്ന സമയം. പക്ഷെ പട്ടിണിയാണെന്ന് ഞങ്ങൾ ആരെയും അറിയിച്ചില്ല. പക്ഷെ ഒരു ദിവസം നീ അത് മനസ്സിലാക്കി. കിണറ്റിനടുത്തുള്ള വാഴച്ചുവട്ടിൽ വെച്ച് നിന്റെ ചോറ് നമ്മൾ പങ്കുവെച്ച് കഴിച്ചു. അതൊന്നും ഞാൻ മറന്നിട്ടില്ലടാ, മറന്നിട്ടില്ല. നീ മറന്നോ? ഞാൻ വേണ്ട മൂന്ന, വേണ്ട. നീ എന്നെ അവിശ്വസിച്ചില്ലേ? ഇത്രയൊക്കെ ഓർത്തു വെക്കുന്ന ഞാൻ നിന്നെ ചതിക്കുമെന്ന് നീ വിശ്വസിച്ചില്ല മൂന്ന. ഇല്ല വിശ്വ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. മതി, പോവാ ഞാനിവിടെ. വിശ്വ പോകരുത്. 24 മണിക്കൂറിനകം നീ എങ്ങനെയാ കാശ് കൊടുക്കുക? നിന്റെ മാനം നമുക്ക് രക്ഷിക്കണ്ടേ? ഇങ്ങനെ ഒരു കേസിൽ നീ കുടുങ്ങിയെന്ന് നിന്റെ പെങ്ങളുടെ ഭർത്താവിന്റെ വീട്ടുകാർ അറിഞ്ഞാൽ? അത് കുഴപ്പമില്ല, കുമാരൻ നായരുടെ കൈ ചിലപ്പോ കാണും. എങ്കിൽ തൽക്കാലത്തേക്ക് നീ വാങ്ങിച്ചോ. ഞാൻ ഇപ്പൊ തന്നെ ചെങ്കൽപ്പേട്ടിലെ എന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോവാണ്. കാശും കൊണ്ട് വരാം. ചിലപ്പോ മറ്റന്നാളായി പോവും. കുമാരൻ നായർക്ക് ബാങ്കിൽ കാശില്ലാതിരിക്കില്ല. ആദ്യം ആ കാശ് നമുക്ക് സ്റ്റേഷനിൽ കൊടുക്കണം. പിന്നെ മറ്റവൻ ഭ്രാന്തരാണെന്ന് ഞാൻ തെളിയിച്ചു കൊടുക്കണം. ഞാനിപ്പൊ തന്നെ ചെങ്കൽപ്പേട്ടിലേക്ക് പോവാണ്. എന്നാലും മൂന്ന, നീ എന്നെ അവിശ്വസിച്ചില്ലേ? സോറി വിശ്വ, ഐ ആം സോറി. തനിക്കെന്തോ അബദ്ധം പറ്റിയതാണെന്ന് എനിക്ക് മനസ്സിലായി. ആട്ടെ, ആരാ തന്നെ അബദ്ധത്തിൽ ചാടിച്ചത്? പറഞ്ഞിട്ട് എന്താ കാര്യം ചേട്ടാ? പറ്റേണ്ടതൊക്കെ പറ്റിയില്ലേ? കൂന്തൻ 10,000 രൂപ കടമടിച്ചോണ്ടല്ലോ ഇപ്പൊ തിരിച്ചു കൊടുക്കേണ്ടി വന്നു.
എന്റെ ചേച്ചി എന്താ സംഭവിച്ചത് ഞാൻ പിന്നീട് പറയാം. ശനിദശ എന്റെ തലയ്ക്ക് കുന്തം പിടിച്ചോണ്ടിരിക്കുക. ചേട്ടാ താ ചേട്ടാ. പൈസ ഞാൻ തരാം. പക്ഷേ പക്ഷേ എന്താ? പക്ഷേ പ്രശ്നമുണ്ട്. അടുത്ത ആഴ്ച സിമന്റ് വാങ്ങിക്കാനുള്ള കാശാ. വേഗം തിരിച്ചു തരണം. തരാം. സാധാരണ ഡ്രാഫ്റ്റ് എപ്പോഴാ വരുന്നേ? 20,000 ഡ്രാഫ്റ്റ് ഇല്ലേ? ആ. അടുത്ത മാസം 15 പോയോ? ഇല്ല, അതാ പ്രശ്നം. അതുവരെ വേറെ കാശില്ല. ഒരു കുഴപ്പമില്ല. തൽക്കാലം എന്റെ മാനം രക്ഷിക്കണം പ്ലീസ്. മാനം രക്ഷിച്ചോ? ആ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, അത്രേ ഉള്ളൂ. ആ അവിടെ നിന്നാ മതി. ആ ആ താക്കോലിങ്ങടുത്തേ.